നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന ബിജെപി നേതാക്കളുടെ പ്രവാചക നിന്ദയ്ക്കെതിരെ കൂടുതൽ അറബ് രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിനു പിന്നാലെ അറബ് ലീഗും സൗദി അറേബ്യയും ഇറാനും പാകിസ്ഥാനും ഒമാൻ എന്നീ രാജ്യങ്ങളാണ് എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. പ്രവാചകനെതിരായ അപകീർത്തി പരാമർശത്തിൽ ഖത്തറും കുവൈത്തും ഇന്ത്യൻ സ്ഥാനപതിമാരെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മറ്റ് അറബ് രാജ്യങ്ങളും പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ഇന്ത്യയിൽ തുടരുന്ന അതിക്രമങ്ങളുടെ തുടർച്ചയാണിതെന്നും നടപടി വേണമെന്നും 22 അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ അറബ് ലീഗ് ആവശ്യപ്പെടുകയുണ്ടായി. ഇന്ന് പുലർച്ചെയാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചിരുന്നത്. ബിജെപി നേതാക്കളെ സസ്പെൻഡ് ചെയ്ത നടപടിയെ സൗദി വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്യുകയുണ്ടായി. അങ്ങനെ ബിജെപി നേതാക്കളായ നുപുർ ശർമ്മയും നവീൻ ജിണ്ടാലുമാണ് പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയത്. വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ ഇന്ത്യയിൽ നിന്ന് ഈജിപ്ത്, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പയിനും നടന്നു വരികയാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇറാനും ഇന്ത്യൻ അംബാസിഡറെ വിളിച്ചു വരുത്തിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കൂടാതെ ഇന്ത്യയുടെ ബിജെപി നേതാവിന്റെ വ്രണപ്പെടുത്തുന്ന അഭിപ്രായങ്ങളെ ശക്തമായ വാക്കുകളിൽ ഞാൻ അപലപിക്കുകയുണ്ടായി. മോദിയുടെ കീഴിൽ ഇന്ത്യ മതസ്വാതന്ത്ര്യത്തെ ചവിട്ടിമെതിക്കുകയും മുസ്ലിങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്തുവെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ലോകം ശ്രദ്ധിക്കണം, ഇന്ത്യയെ കഠിനമായി ശാസിക്കണമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ട്വീറ്റ് ചെയ്യുകയുണ്ടായി. ഇന്ത്യൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി ഖത്തർ സംഭവത്തിൽ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി. ബിജെപി നേതാവിന്റെ വിവാദ പരാമർശത്തെ തുടർന്ന് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ വലിയ സംഘർഷം അരങ്ങേറിയതിന് പിന്നാലെയാണ് ദോഹയിലെ ഇന്ത്യൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ഖത്തർ സർക്കാർ വിഷയത്തിൽ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രവാചക നിന്ദയിൽ ഒമാനിലും വലിയ പ്രതിഷേധമുണ്ടായി. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവിന്റെ പ്രസ്താവന അംഗീകരിക്കാനാവില്ലെന്ന് ഒമാൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹമദ് അൽ ഖലീലി ട്വിറ്ററിൽ കുറിച്ച പ്രസ്താവനയിൽ പറയുകയും ചെയ്തു. എന്നാൽ ഖത്തർ ഇന്ത്യൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തിയതിന് പിന്നാലെ ഈ വിഷയത്തിൽ വിശദീകരണവുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയും പുറത്തിറങ്ങിയിട്ടുണ്ട്. ചില വ്യക്തികൾ നടത്തിയ വിവാദ പ്രസ്താവനകളും ട്വീറ്റുകളും ഒരു തരത്തിലും ഇന്ത്യൻ സർക്കാരിന്റെ വീക്ഷണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ല. ഇത് വിവിധ വ്യക്തികളുടെ കാഴ്ചപ്പാടുകളാണ് എന്ന് അംബാസിഡർ ദീപക് മിത്തൽ അറിയിച്ചതായി ഖത്തറിലെ ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു. ജ്ഞാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചാണ് ഇന്ത്യ മുന്നോട്ട് നീങ്ങുന്നത്. അതേസമയം ഇന്ത്യൻ സർക്കാർ എല്ലാ മതങ്ങൾക്കും പരമോന്നത ബഹുമാനം നൽകുന്നു. അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയവർക്കെതിരെ ബന്ധപ്പെട്ട സംഘടനകൾ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരം പ്രസ്താവനകൾ ഇന്ത്യയുടെ പൊതുനിലപാടായി കാണരുതെന്നും ഇന്ത്യൻ എംബസിയുടെ പ്രസ്താവനയിൽ പറയുകയാണ്. ബിജെപി വക്താവ് നുപുർ ശർമ്മ, സഹപ്രവർത്തകൻ നവീൻ കുമാർ ജിണ്ടാൽ എന്നിവയുടെ പരാമർശങ്ങളാണ് അറബ് രാജ്യങ്ങളുടെ പ്രതിഷേധത്തിന് വകവെച്ചത്. സംഭവത്തിൽ ജിണ്ടാലിനെ പാർട്ടി പുറത്താക്കുകയും നുപുർ ശർമ്മയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.